ചരിത്രകാരന്മാർ ഓരോ കാലഘട്ടത്തെയും നാമകരണം ചെയ്തിരിക്കുന്നത് അതാതു കാലങ്ങളിൽ നിത്യോപയോഗത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെ നിർമ്മാണത്തിന് ധാരാളമായി ഉപയോഗപ്പെടുത്തിയിരുന്ന പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ശിലായുഗവും വെങ്കലയുഗവും താമ്രയുഗവും ഇരുമ്പുരുക്കു യുഗങ്ങളും മനുഷ്യചരിത്രത്തിൽ സ്ഥാനം നേടുന്നത്. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്ലാസ്റ്റിക്കിലാണ് ഇന്ന് നാം എത്തി നിൽക്കുന്നത്. പാക്കേജിംഗ്, കൃഷി, ആരോഗ്യരക്ഷ, ഉയർന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിലെല്ലാം ഇന്ന് പ്ലാസ്റ്റിക് അനിഷേധ്യമായ ഒന്നായിരിക്കുന്നു. നിർധനനും സമ്പന്നനും കുട്ടികൾക്കും വയസ്സായവർക്കും നഗരവാസികൾക്കും ഗ്രാമവാസികൾക്കും പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കാതെ വയ്യ. പ്ലാസ്റ്റിക്കിന്റെ ഇത്തരത്തിലുള്ള പരിണാമവും വർദ്ധിച്ച ഉപയോഗവും ജനകീയതയും കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തെ പ്ലാസ്റ്റിക് യുഗം എന്ന് വിളിക്കുന്നതായിരിക്കും ശരി. പല ആകൃതികളിലും രൂപങ്ങളിലും പ്രായോഗിക മൂല്യമുള്ള സാധന സാമഗ്രികൾ നിർമ്മിച്ചെടുക്കാൻ ഉതകുന്ന പ്ലാസ്റ്റിക്കിന്റെ വഴക്കമാണ് അതിന് പ്ലാസ്റ്റിക് എന്ന പേർ നേടിക്കൊടുത്തത്. ദൃഢവും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ് പ്ലാസ്റ്റിക്. കനം കുറഞ്ഞതും ഉപയോഗിക്കാൻ സൌകര്യപ്രദവുമാണത്. കൂടാതെ സുരക്ഷിതമായതും ശുചിത്വമുള്ളതുമാണ് പ്ലാസ്റ്റിക്. എളുപ്പത്തിൽ വഴങ്ങുന്നതും എന്തിനോടും ഇണങ്ങിച്ചേരുന്നതുമാണിത്. റീസൈക്കിൾ ചെയ്യാൻ ഒരു വിഷമവുമില്ല. പ്ലാസ്റ്റിക്കിന്റെ ഈ പ്രത്യേകതകൾ ആധുനിക ലോകത്തിൽ പല പുതുരീതികൾക്കും വഴിതെളിച്ചു. പ്ലാസ്റ്റിക്കിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിലൊന്ന് പാക്കേജിംഗ് ആണ്. ഇന്ത്യയിൽ 40% പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് പാക്കേജിംഗിനു വേണ്ടിയാണ്. പ്രകൃതി വിഭവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് പുറമെ പ്ലാസ്റ്റിക് പാക്കേജിംഗിലൂടെ ഇന്ധനം ലാഭിക്കാനും പ്ലാസ്റ്റിക്സ് സഹായകമാകുന്നു. മുൻകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ടിൻ, ഗ്ലാസ്, അലുമിനിയം എന്നിവയേക്കാൾ കനം കുറവാണ് പ്ലാസ്റ്റിക്കിന് എന്നതാണ് ഇതിന് കാരണം. പെറ്റ് ബോട്ടിലുകളിലും പൌച്ചുകളിലും വരുന്ന കുടിവെള്ളം ജലജന്യ രോഗങ്ങൾ കുറച്ച് ആരോഗ്യരംഗത്തും അഭിവൃദ്ധി കൊണ്ടുവരുന്നു. നിത്യോപയോഗ വസ്തുക്കൾ ചോർത്തിയെടുക്കാൻ കഴിയാത്ത വിധത്തിലും ശുചിയായും ഭദ്രമായും പാക്ക് ചെയ്ത് കൂടുതൽ വില കൊടുക്കാതെ തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ബഹുവിധ ഉപയോഗങ്ങൾക്ക് വഴങ്ങുന്ന പ്ലാസ്റ്റിക്കിന്റെ സ്വഭാവമാണ് ഇതിനു പിന്നിൽ. അതുപോലെ ഇന്ത്യയിലെ 45 ദശലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ശുദ്ധവും കലർപ്പില്ലാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിനുള്ള ക്രെഡിറ്റും പ്ലാസ്റ്റിക്കിനു തന്നെ. മുൻകാലങ്ങളിൽ 450 ഗ്രാം തൂക്കം വരുന്ന ഗ്ലാസ് ബോട്ടിലുകളിലാണ് 1/2 ലിറ്റർ പാൽ നിറച്ചിരുന്നത്. ഇന്നാകട്ടെ അതിനു പകരം വെറും 2.5 ഗ്രാം തൂക്കമുള്ള പ്ലാസ്റ്റിക് പൌച്ച് മതി. ചില്ലുകുപ്പികളിൽ നിറച്ച 5 മെട്രിക് ടൺ പാലാണ് 10 ടൺ കപ്പാസിറ്റിയുള്ള ഒരു ട്രക്കിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത്. ബാക്കി തൂക്കം ഗ്ലാസ് ബോട്ടിലുകൾ അപഹരിക്കുന്നു. എന്നാൽ ഇന്ന് അതേ ട്രക്കിൽ 9.5 മെട്രിക് ടൺ പാലാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പ്രകൃതി സമ്പത്തുകളുടെ അതിവ്യയം ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് ഏറെ സഹായകമാകുന്നുണ്ട്. പുലർകാല മഞ്ഞിൽ കുളിച്ച് വൃക്ഷങ്ങളുടെ ഇലപ്പടർപ്പുകളിലൂടെ ഊർന്നു വീഴുന്ന സൂര്യന്റെ സുവർണ കിരണങ്ങൾ കാഴ്ചയ്ക്ക് എത്ര മനോഹരം. എന്നാൽ വീടിനും ഫർണിച്ചർ നിർമ്മാണത്തിനും തടി വ്യാപകമായി ഉപയോഗിക്കുക വഴി നമ്മുടെ വനസമ്പത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ തടിക്കു പകരം പ്ലാസ്റ്റിക് ഉപയോഗിക്കാമെന്നത് ഒരു നല്ല വാർത്തയായി മാറുന്നു. ഇന്ന് ഡോർ പാർട്ടീഷനുകളും കതകുകളും അടുക്കളയിലെ ക്യാബിനറ്റും ഫിക്ചേഴ്സും എല്ലാം തന്നെ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കാം എന്നായിരിക്കുന്നു. ആയിരക്കണക്കിന് മരങ്ങളാണ് പ്ലാസ്റ്റിക്കു കാരണം കോടാലിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കൃഷിരംഗത്ത് പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം പരിസ്ഥിതി മൈത്രി സ്വഭാവമാർന്നതാണെന്ന് സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിളവിനായി മൾച്ചിങ്ങിനും ഗ്രീൻ ഹൌസ് കവറിനും കർഷകർ ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ പ്രാധാന്യം ഡ്രിപ്പ് ഇറിഗേഷനിലുമുണ്ട്. ചെടി തൈകൾ വളർത്തിയെടുക്കാനും അവയ്ക്ക് ഉഷ്ണകാലത്ത് സംരക്ഷണം നൽകാനും ഹോർട്ടികൾച്ചറിസ്റ്റിനും വേണം പ്ലാസ്റ്റിക്. ആരോഗ്യമേഖലയിൽ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അത്യാധുനിക ഉപയോഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പ്ലാസ്റ്റിക് സുരക്ഷിതവും വിഷാംശമില്ലാത്തതുമാണ് എന്നതാണ് ഇതിന് നിദാനം.
ഇൻട്രാവീനസ് ഫ്ലൂയിഡ് കുപ്പികൾ, ബ്ലഡ് ബാഗ്സ്, മൂത്രം ശേഖരിക്കുന്നതിനുള്ള ബാഗുകൾ, കത്തീറ്റേഴ്സ്, ഡിസ്പോസിബിൾ സിറിഞ്ചുകൾ, ഓക്സിജൻ മാസ്കുകൾ എന്നിങ്ങനെ ആരോഗ്യരംഗത്ത് ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഹൈടെക് സാധന സാമഗ്രികളുടെ പട്ടിക നീളുകയാണ്. ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ കൊണ്ട് നിർമ്മിച്ച പോളിയോ ബാധിതർക്ക് ഉപയോഗിക്കാവുന്ന സ്പ്ലിന്റും കാലിപ്പറുമാണ് സാധാരണ ഉപയോഗിക്കുന്ന മറ്റ് ശാസ്ത്രോപകരണങ്ങൾ. സൗകര്യപൂർവ്വം ഉപയോഗിക്കാവുന്ന കൃത്രിമ കൈകാലുകൾ ഹതഭാഗ്യരായ പലർക്കും പുതിയ ജീവിതം പ്രദാനം ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന് പരിസ്ഥിതിയുമായുള്ള മൈത്രീബന്ധം വർദ്ധിച്ചുവരികയാണ്. എങ്കിലും പ്ലാസ്റ്റിക് ബാഗുകളെയും പാക്കിങ്ങുകളെയും മറ്റും ഈയിടെയായി നാം കുറച്ച് വിമർശന ബുദ്ധിയോടെ വീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യഹാനിക്ക് കാരണമാകുന്നുണ്ടെന്നും പഴികൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെ ചെന്നാലും ചുറ്റും പറന്നു നടക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ കാണാമെന്നത് ശരി തന്നെ. വേണ്ടത്ര വില കിട്ടാത്തതുകൊണ്ട് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർക്ക് പോലും ഈ ബാഗുകൾ വേണ്ട. പ്ലാസ്റ്റിക് ബാഗുകൾ സൃഷ്ടിക്കുന്ന ഈ പരിസ്ഥിതി ഭീഷണിയെ നാം ശക്തിയായി ചെറുക്കേണ്ടിയിരിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ യുക്തിഹീനമായ ഈ ഉപയോഗം നാം തടയണം. പ്ലാസ്റ്റിക് ബാഗുകൾ പലതവണ ഉപയോഗിക്കാമെങ്കിലും ഒരവസാനം എന്ന നിലയിൽ അവ മുനിസിപ്പൽ കുപ്പത്തൊട്ടികളിൽ സ്ഥാനം പിടിച്ചേ മതിയാകൂ. എന്തും എവിടെയും വലിച്ചെറിയുന്ന നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കുകയും പാഴ്വസ്തു നിർമ്മാർജ്ജന രംഗം പുരോഗമിക്കുകയും ചെയ്താൽ പ്ലാസ്റ്റിക് ഇന്നും കുറഞ്ഞ കാശിന് കൂടുതൽ സൗകര്യം പ്രദാനം ചെയ്യുന്ന വസ്തു തന്നെയാണ്. അപൂർണമായ വിവരങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ടാകണം പ്ലാസ്റ്റിക് ബാഗുകൾ കത്തിക്കുമ്പോൾ വിഷാംശമുള്ള കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുവെന്നാണ് പലരുടെയും ധാരണ. ഇത് ശ്വസിക്കുക വഴി എൻഡോക്രൈൻ ഹോർമോൺ തകരാറുകൾ ഉണ്ടാകുമെന്നും ക്യാൻസർ വരെ പിടിപെടാമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉണ്ടാക്കുന്നത് പോളിത്തീൻ കൊണ്ടാണ്. അതിലടങ്ങിയിരിക്കുന്നതാകട്ടെ കാർബണും ഹൈഡ്രജനും മാത്രമാണ്. നിയന്ത്രിത പരിതസ്ഥിതികളിൽ ഇത്തരം ബാഗുകൾ കത്തിക്കുമ്പോൾ നാം സാധാരണ ശ്വസിക്കുന്ന വായുവിലടങ്ങിയ നിരുപദ്രവമായ കാർബൺ ഡയോക്സൈഡും ജലാംശവും മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പ്രകൃതിയിലെ ഏതു ജൈവവസ്തുവും അത് വിറകായാലും തുണിയായാലും കടലാസായാലും കത്തുമ്പോൾ പുറപ്പെടുവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നതാണ് പരമാർത്ഥം. പ്ലാസ്റ്റിക് ബാഗുകളാണ് മഴക്കാലത്ത് ഡ്രൈനേജ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു അഭിപ്രായം ഇവിടെ ഉയർന്നിട്ടുണ്ട്. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഒരു വിവേചനവുമില്ലാതെ എന്തൊക്കെയാണ് നമ്മൾ അഴുക്കുചാലുകളിലേക്ക് വലിച്ചെറിയുന്നത്? അതിൽ ചെറിയൊരു ശതമാനമേ വാസ്തവത്തിൽ പ്ലാസ്റ്റിക് ഉള്ളൂ. പാഴ്വസ്തു നിർമ്മാർജ്ജനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ പ്ലാസ്റ്റിക് ഒരു മെറ്റീരിയൽ എന്ന നിലയിൽ കുറ്റമറ്റ നിലയിലേക്ക് ഉയരുമെന്ന് തന്നെ കരുതണം. റീസൈക്ലിംഗിന് സാധ്യതയുള്ള സാധനങ്ങൾ പാഴ്വസ്തു ശേഖരണത്തിന്റെ ഭാഗമായി തുടക്കത്തിലെ വേർതിരിച്ചെടുക്കുകയാണ് ആദ്യപടിയായി ചെയ്യേണ്ടത്. ഇന്ത്യൻ സെന്റർ ഫോർ പ്ലാസ്റ്റിക്സ് ഇൻ ദ എൻവയോൺമെന്റ് ഈ ദിശയിൽ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മുംബൈയിലെ ചില ഹൌസിംഗ് സൊസൈറ്റികളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും പരിശീലനം സിദ്ധിച്ച ശേഖകർ വഴി പാഴ്വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു പദ്ധതി ICPE ആവിഷ്കരിച്ചിട്ടുണ്ട്. ടൂബിൻ സിസ്റ്റം, അതായത് വരണ്ട പാഴ്വസ്തുക്കൾക്കും നനവുള്ള പാഴ്വസ്തുക്കൾക്കും വേണ്ടി വെവ്വേറെ ചവറ്റുകുട്ടകൾ വീടിനു മുന്നിൽ സ്ഥാപിക്കൽ സമയലാഭത്തോടെ ചെയ്യാവുന്ന പാഴ്വസ്തു ശേഖരണ രീതിയാണ്. റാഗ് പിക്കേഴ്സ് കളക്ഷൻ സൈറ്റിലേക്ക് ഡ്രൈ വേസ്റ്റുകൾ കൊണ്ടുവന്ന് അതിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുന്നു. ICPയുടെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പാഴ്വസ്തു ശേഖരിക്കുന്നവർ പ്രതിമാസം 4700 രൂപയോളം ഇങ്ങനെ വേർതിരിച്ചു വിൽക്കുന്ന പ്ലാസ്റ്റിക് വഴി നേടുന്നു. കുപ്പയിൽ നിന്ന് മാണിക്യം എന്ന് പറയുന്നത് പോലെ. പ്ലാസ്റ്റിക്കുകൾ പൊതുവെ എല്ലാം തന്നെ റീസൈക്കിൾ ചെയ്യാവുന്നവയാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് റീസൈക്ലിംഗ് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. മുനിസിപ്പൽ വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് ഇന്ന് ഇന്ത്യയിൽ പല പരീക്ഷണങ്ങളും നടന്നുവരുന്നുണ്ട്. മുനിസിപ്പൽ കുപ്പയിൽ നിന്നും പ്ലാസ്റ്റിക്കും കടലാസും വേർതിരിക്കുന്ന ഈ യന്ത്രം ഒരു ഉദാഹരണമാണ്. ഇതുവഴി പ്ലാസ്റ്റിക് ചെറു കഷ്ണങ്ങളായി റീസൈക്കിൾ ചെയ്യാൻ പാകത്തിനും കടലാസ് പൾപ്പ് രൂപത്തിലും ലഭിക്കുന്നു.
കൂടുതൽ മാലിന്യം കലർന്നതോ അണുബാധിതമോ ആയ പ്ലാസ്റ്റിക്കുകൾക്കും ഇപ്പോൾ ഉപയോഗസാധ്യത കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ മാലിന്യം കലർന്നതോ അണുബാധിതമോ പ്ലാസ്റ്റിക്കുകൾക്കും ഇപ്പോൾ ഉപയോഗസാധ്യത കണ്ടെത്തി. നാഗ്പൂരിലെ റൈസോണി കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായ ഡോക്ടർ അൽക്ക ജഡ്ഗാവ്കർ രാസപ്രക്രിയയിലൂടെ പ്ലാസ്റ്റിക്കിനെ വ്യാവസായിക തലത്തിൽ ഉപയോഗിക്കാവുന്ന ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമായി മാറ്റിയെടുക്കാം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നോക്കൂ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകളുടെ ഈ വൻ കൂമ്പാരം ഇന്ധനമായി രൂപാന്തരപ്പെടാനുള്ളതാണ്. വരും നാളുകളിൽ പ്ലാസ്റ്റിക് നിർമ്മാണം കൂടുതൽ പരിപുഷ്ടപ്പെടും. പ്ലാസ്റ്റിക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇനിയും വരുത്തുകയും ചെയ്യും. ആശങ്കകളില്ലാത്ത സന്തോഷകരമായ മാറ്റങ്ങൾ. സാധാരണക്കാരായ വിദൂര ഗ്രാമവാസികൾക്ക് പോലും നാളെ അതിന്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കാനാകും.